ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ്. വെറും 1 മിനിറ്റൊക്കെ മതി നമുക്ക് ഈ ഒരു മിൽക്ക് ഷേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും, കാണാനും നല്ല ഭംഗിയാണ്, കുടിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ പറയും വേണ്ട, വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഡ്രിങ്ക് ആവും ഇത്. സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് ആവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരാനും മറക്കരുത്. പിന്നെ ഐഷാസ് കിച്ചണിന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഈ സെർവ് ചെയ്യുന്ന ഗ്ലാസ് ഒന്ന് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ആണ്. അത് നന്നായിട്ട് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഈ സെർവ് ചെയ്യാൻ പോകുന്ന ഗ്ലാസ് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഒട്ടും നിർബന്ധമല്ല കേട്ടോ. നിങ്ങൾ ഇനിയിപ്പോൾ ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് വേണമെന്നൊക്കെ വിചാരിക്കേണ്ട. ഇത് ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു മിൽക്ക് ഷേക്കുമായിട്ട് ഒരു ബന്ധവും ഇല്ല കേട്ടോ അത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മളുടെ മിൽക്ക് ഷേക്ക് കാണാനും. ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾക്ക് അല്പം ബ്രൗൺ ഷുഗർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് താഴേക്ക് ഇങ്ങനെ ചോക്ലേറ്റ് ഇറങ്ങി വരുന്നുണ്ട്, കാണാൻ നല്ല ഭംഗിയാണ് സെറ്റായി വരുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് ഇതുപോലെ പഞ്ചസാര, ബ്രൗൺ ഷുഗറാണത്, അതൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സാധാ ഷുഗർ ആയാലും മതി. അതും ഇല്ലെങ്കിൽ അതിന് പകരം നട്ട്സ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താലും മതി, കാണാൻ നല്ല ഭംഗിയാണ്. അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കാം. ഒക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഐഡിയക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മിൽക്ക് ഷേക്ക് സെർവ് ചെയ്യാൻ പോകുന്ന ഗ്ലാസ് നന്നായിട്ട് ഡെക്കറേഷനൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അല്പം നേരം ഫ്രിഡ്ജിൽ വെക്കാം. ഈ മിൽക്ക് ഷേക്ക് റെഡിയാക്കി എടുക്കുന്നത് വരെ ഫ്രിഡ്ജിൽ വെക്കാം. അതിൻ്റെ ആവശ്യമില്ല ഇവിടെ, കാരണം ഇവിടെ ഇപ്പോൾ തണുപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഈ കേക്ക് കൊണ്ട് മിൽക്ക് ഷേക്ക് എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അതുകൊണ്ട് ചെറി ഫില്ലിംഗ് ഒക്കെ ഉണ്ട് ഇതിൽ. നിങ്ങൾക്ക് ചെറി ഫില്ലിംഗ് ഇഷ്ടമില്ല എന്നാണെങ്കിൽ ആ ഫില്ലിംഗ് ഒഴിവാക്കാം. ഞാനിപ്പോൾ ക്രീമോട് കൂടിയിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ ചെറിയുടെ ഫില്ലിങ് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അല്പം ക്രീം ഉണ്ടായിക്കോട്ടെ, നല്ല ടേസ്റ്റാണ്. ഐസ്ക്രീമിന് പകരം ക്രീമാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ക്രീം ഇല്ലാത്ത കേക്കാണ്, ചോക്ലേറ്റ് കേക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഐസ്ക്രീം കുറച്ച് എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് പകരം ചോക്ലേറ്റ് കേക്ക്, ചോക്ലേറ്റ് കപ്പ് കേക്ക് ഒക്കെ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ ക്രീം ഇല്ലാത്ത കേക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഐസ്ക്രീം എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഐസ്ക്രീം എടുക്കുന്നില്ല, അതിന് പകരം ക്രീമാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. കേക്ക് എടുക്കുക, പഞ്ചസാരയും പാലും ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളാണ് ഈ ഒരു മിൽക്ക് ഷേക്ക് റെഡിയാക്കാൻ. പിന്നെ ഇതിലേക്ക് നമുക്ക് അല്പം പഞ്ചസാര വേണ്ടി വരും. കേക്കിൽ അധികം മധുരം ഉണ്ടെങ്കിൽ വേണ്ട. ഇപ്പോൾ മധുരം കുറവാണ് ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ 1.5 കപ്പ് നല്ല തണുത്ത പാലും എടുക്കുന്നുണ്ട്. തണുത്ത പാലല്ലാതാണെങ്കിൽ അല്പം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബ്ലെൻഡറിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ കേക്ക് ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അഥവാ കേക്ക് നിങ്ങളുടെ ഭയങ്കര ഹാർഡായിട്ടുള്ള കേക്കൊക്കെ ആണെങ്കിൽ ബട്ടർ കേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് ഞാൻ നേരിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഒരു മിൽക്ക് ഷേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കേക്ക് വാങ്ങിക്കണം എന്നല്ല കേട്ടോ. കേക്ക് നമ്മുടെ വീട്ടിൽ എങ്ങനെയായാലും ഉണ്ടാക്കുമ്പോൾ അല്പമൊക്കെ ബാക്കി വരും. അപ്പോൾ നമുക്ക് ഈ മിൽക്ക് ഷേക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മിൽക്ക് ഷേക്കാണ്. നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന കേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐസ്ക്രീം വീട്ടിലുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നമ്മൾ നേരത്തെ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ സെർവിങ് ഗ്ലാസ്സിലേക്ക് തന്നെ ഈ മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഭയങ്കര സിമ്പിളല്ല ഈ ഒരു മിൽക്ക് ഷേക്ക് റെഡിയാക്കാൻ. വീട്ടിലൊക്കെ എപ്പോഴും ബാക്കി വരുന്ന കേക്കൊക്കെ നമ്മൾ ഒഴിവാക്കാറാണ് പതിവ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അല്പം ബ്രൗൺ ഷുഗർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം, ഒന്നുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മിൽക്ക് ഷേക്ക്.
അപ്പോൾ ഈ ഒരു മിൽക്ക് ഷേക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരാനും മറക്കരുത്. ഇപ്പോൾ ഇത് ഞാൻ ഫൈനൽ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഇത് 2 ലെയറായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഐഷാസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇന്ന് ഒരു ബർത്ത്ഡേ വിഷും കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ ഐഷാസ് കിച്ചൻ്റെ റെഗുലർ വ്യൂവർ ആയിട്ടുള്ള അതുപോലെ എന്നും കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ് ഷഹന. അവരുടെ ബ്രദറിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണെന്ന്, 5ാമത്തെ ബർത്ത്ഡേ ആണ്. ആ മോളുടെ പേര് ഇഷൽ ഷാബിൻ എന്നാണ്. അപ്പോൾ ഇഷൽ മോൾക്ക് ഐഷാസ് കിച്ചൻ്റെ വകയും അതുപോലെ ഐഷാസ് കിച്ചൻ വ്യൂവേഴ്സിൻ്റെ വകയും 1000 ജന്മദിനാശംസകൾ നേരുന്നു. താങ്ക് യു.